Hello students, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് IOT Module for a very important ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് Hadoop ecosystem. ഓക്കെ, നമ്മൾ ഇത് രണ്ട് വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഹഡൂപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് തരാം. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് പാർട്ട് എയിലോ പാർട്ട് ബിയിലോ ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന 100% ഷുവർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് തകർത്ത് എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് Hadoop ecosystem. അതുകൊണ്ട് മസ്റ്റായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, സോ ഞാൻ നിങ്ങൾക്ക് തന്നേക്കുന്ന നോട്ടിൽ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എക്സ്ട്രാ ഈ നമ്മുടെ ഈ PDF-ിനകത്ത് കുറച്ച് എക്സ്ട്രാ ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ നോട്ടിൽ ചിലപ്പോൾ ഉണ്ടാകത്തില്ല. അപ്പോൾ ചില കാര്യങ്ങളേ ഉള്ളൂ. ഓൾമോസ്റ്റ് സാധനങ്ങൾ നമ്മുടെ നോട്ടിലുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് മിസ്സായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്കകത്തുനിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന കൂടെ തന്നെ പഠിച്ച് പോവുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. റൈറ്റ് എ നോട്ട് ഓൺ ഹഡൂപ്പ്. എന്താണ് ഹഡൂപ്പ് എന്ന് നോക്കാം. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇപ്പം തന്നെ പഠിച്ചു പോകണം. ഹഡൂപ്പ് ഈസ് എ സോഫ്റ്റ്വെയർ എക്കോസിസ്റ്റം ദാറ്റ് അലോസ് ബിസിനസ്സസ് ടു ഹാൻഡിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഇൻ ഷോർട്ട് എമൗണ്ട് ഓഫ് ടൈം. അതായത് ചെറിയൊരു എമൗണ്ട് ഓഫ് ടൈമിൽ ഒരുപാട് ഡാറ്റേനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ബിസിനസ്സിനെ അലോ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ എക്കോസിസ്റ്റത്തിനെ നമുക്ക് ഹഡൂപ്പ് എന്ന് പറയാൻ പറ്റും. ഏറ്റവും മോസ്റ്റ് റീസെൻറ്റ് എൻട്രാൻഡ് ഇൻറ്റു ഡാറ്റ മാനേജ്മെൻറ്റ് മാർക്കറ്റ്, അതായത് ഡാറ്റ മാനേജ്മെൻറ്റ് മാർക്കറ്റിലേക്ക് ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്ന ഒരാളാണ് ഹഡൂപ്പ് എന്ന് പറയുന്നത്. ഹഡൂപ്പ് വാസ് ഒറിജിനലി ഡെവലപ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് പ്രൊജക്ട്സ് അറ്റ് ഗൂഗിൾ ആൻഡ് യാഹു. നിങ്ങൾക്ക് ഈ ഹഡൂപ്പിനെ കുറിച്ച് ഹഡൂപ്പിൻ്റെ ഹിസ്റ്ററിയൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ ഡയറക്റ്റ് ആയിട്ട് ഹഡൂപ്പ് ഒറിജിൻ അല്ലെങ്കിൽ അങ്ങനെ സെർച്ച് ചെയ്ത് ഹഡൂപ്പ് ഹിസ്റ്ററി എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ എങ്ങനെയാണ് ഇത് വന്നത് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് അത് റീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഗൂഗിൾ ആൻഡ് യാഹു ഇങ്ങനെയുള്ള കമ്പനികൾ അവർ ചെയ്ത ഒരു പ്രൊജക്റ്റിൻ്റെ റിസൾട്ടായിട്ട് ഡെവലപ്പ് ആയിട്ടുള്ള ഒരു ഒരു സോഫ്റ്റ്വെയർ എക്കോസിസ്റ്റമാണ് ഈ ഹഡൂപ്പ് എന്ന് പറയുന്നത്. ഒറിജിനൽ ഇൻറ്റൻറ്റ് ഓഫ് ഹഡൂപ്പ് വാസ് ടു index millions of websites and quickly return search results for open source search engines. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഹഡൂപ്പിൻ്റെ ഒറിജിനൽ ഇൻറ്റൻഷൻ എന്തായിരുന്നു? ഇൻഡെക്സ് മില്യൺസ് ഓഫ് വെബ്സൈറ്റ്സ്. നമുക്കറിയാം, നമ്മളൊരു സംഭവം സെർച്ച് ചെയ്യുമ്പോൾ തന്നെ എന്തുമാത്രം വെബ്സൈറ്റുകളായിരിക്കും ആ ഒരു കാര്യത്തിനെ കുറിച്ച് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ ഈ ബില്യൺസ് ഓഫ് ഇങ്ങനെ വെബ്സൈറ്റ്സ് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ തവണയും പുതിയ വെബ്സൈറ്റ്സ് വന്നുകൊണ്ടിരിക്കാം. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ഓർഡർ ആക്കണം, ഒരു ഇൻഡെക്സ് ചെയ്യണം. ആ ഒരു കാര്യമായിരുന്നു ഹഡൂപ്പിൻ്റെ ഒറിജിനൽ ഇൻറ്റൻഷൻ. പിന്നെ എന്താണ്? ആൻഡ് ക്വിക്ക്ലി റിട്ടേൺ സെർച്ച് റിസൾട്ട്സ് ഫോർ ഓപ്പൺ സോഴ്സ് സെർച്ച് എഞ്ചിൻസ്. ഓപ്പൺ സോഴ്സ് സെർച്ച് എഞ്ചിൻസിന് വേണ്ടി റിസൾട്ട് പെട്ടെന്ന് ഒരു സംഭവം കമാൻഡ് ഒരു പ്രോംപ്റ്റ് ഇട്ട് കൊടുക്കുമ്പം നമ്മളൊരു കാര്യം സെർച്ച് ചെയ്യുമ്പം പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ടുകൾ നമുക്ക് സെർച്ച് ചെയ്ത് തിരിച്ച് തരണം അല്ലേ. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ ഹഡൂപ്പിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള ഇൻറ്റൻഷൻ. ഹഡൂപ്പിൻ്റെ ഫുൾ ഫോം എന്താണ്? ഹൈ അവൈലബിലിറ്റി ഡിസ്ട്രിബ്യൂട്ടഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്ലാറ്റ്ഫോം. അങ്ങനെയാണ് ഹഡൂപ്പിൻ്റെ ഫുൾ ഫോം. ഓക്കെ, ഹൈ അവൈലബിലിറ്റി ഡിസ്ട്രിബ്യൂട്ടഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് platform. Hadoop is an open source framework based on Java that manages the storage and processing of large amount of data for applications. അപ്പോൾ ഹഡൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി നമുക്ക് പറയാം, ഹഡൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ സോഴ്സ് ഫ്രെയിംവർക്ക് ആണ്. അത് ബേസ്ഡ് ഓൺ ജാവ ആയിരിക്കും. ദാറ്റ് മാനേജസ് സ്റ്റോറേജ് ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഫോർ ആപ്ലിക്കേഷൻസിന് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റേനെ സ്റ്റോറേജിങ്ങും പ്രോസസ്സിങ്ങും അതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ജാവ ബേസ്ഡ് ഓപ്പൺ സോഴ്സ് ഫ്രെയിംവർക്ക് എന്ന് നമുക്ക് ഹഡൂപ്പിനെ പറയാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം ആക്ച്വലി ഹഡൂപ്പിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, ഹഡൂപ്പ് യൂസസ് ഡിസ്ട്രിബ്യൂട്ടഡ് സ്റ്റോറേജ് ആൻഡ് പാരലൽ പ്രോസസ് ടു ഹാൻഡിൽ ബിഗ് ഡാറ്റ ആൻഡ് അനലിറ്റിക്സ് ജോബ്സ്, ബ്രേക്കിംഗ് വർക്ക് ലോഡ്സ് ഡൗൺ ഇൻ ടു സ്മോളർ വർക്ക് ലോഡ്സ് ദാറ്റ് ക്യാൻ ബി റൺ അറ്റ് ദ സെയിം ടൈം. അപ്പോൾ എന്താണ് പറയുന്നത്? ഹഡൂപ്പ് യൂസ് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് സ്റ്റോറേജ്. അതായത് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് സ്റ്റോറേജിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഒരു ഒറ്റ പ്ലേസിൽ സ്റ്റോർ ചെയ്യുക, ഒരു വലിയൊരു സൂപ്പർ കമ്പ്യൂട്ടർ ആ ഒറ്റ സംഭവത്തിലേക്ക് മാത്രമായിട്ട് ഡാറ്റ സ്റ്റോറേജ് നടത്താതെ പല സിസ്റ്റത്തിലേക്ക് സ്റ്റോർ ചെയ്യും, പല ഡിവൈസുകളിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ നമുക്കൊരു സംഭവം വേണമെങ്കിൽ അത് ഏത് ഡിവൈസിലാണെന്ന് കണ്ടുപിടിച്ച് ആ ഡിവൈസിൽ മാത്രം സെർച്ച് ചെയ്താൽ മതി അല്ലേ. അല്ലെങ്കിൽ ഫുൾ അരിച്ചവർക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഒറ്റ ഒരു സംഭവത്തിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും ആ ഒരു സെർച്ച് ചെയ്തിരിക്കാൻ. പക്ഷെ പല സ്റ്റോറേജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പല ഡിവൈസുകളിലേക്ക് സ്റ്റോർ ചെയ്താൽ എന്താണ് പ്രത്യേകത? നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഡാറ്റ ഇപ്പം സപ്പോസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയാം. 3 ഇതായിട്ട് കൊടുത്തേക്കുക. എ കൂട്ടി തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം ഒരു സിസ്റ്റത്തിൽ, ബി കൂട്ടി തുടങ്ങുന്ന കാര്യമെല്ലാം ഒരു സിസ്റ്റത്തിൽ, സി കൂട്ടി ഡി കൂട്ടി. അപ്പോൾ നമുക്ക് വേണ്ട സാധനം സി കൂട്ടിയാണെങ്കിൽ നേരെ ആ സി കൂട്ടി ചെയ്തിട്ടുള്ള ഇതിലേക്ക് മാത്രം നോക്കിയാൽ പോരെ. അപ്പോൾ അതാണ് പറയുന്നത്.
ഡിസ്ട്രിബ്യൂട്ടഡ് സ്റ്റോറേജ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി പാരലൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പല പല കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് ഡാറ്റനെ പ്രോസസ്സ് ചെയ്യുന്നു ടു ഹാൻഡിൽ ബിഗ് ഡാറ്റ. അപ്പോൾ വളരെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ വരുന്ന കേസിലാണ് ഈ പറയുന്ന ഡിസ്ട്രിബ്യൂട്ടഡ് സ്റ്റോറേജ് പാരലൽ പ്രോസസ്സിംഗ് ഒക്കെ വരുന്നത്. ഓക്കെ, ആൻഡ് അനലിറ്റിക്സ് ജോബ്സ്. അപ്പോൾ ബിഗ് ഡാറ്റേനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അതുപോലെ അനലിറ്റിക്സ് ജോബ്സിനൊക്കെ വേണ്ടിയാണ് ഈ പറയുന്ന പാരലൽ പ്രോസസ്സിങ്ങും ഡിസ്ട്രിബ്യൂട്ടഡ് സ്റ്റോറേജ് സംഭവങ്ങളൊക്കെ ഹഡൂപ്പ് യൂസ് ചെയ്യുന്നത്. സോ എന്താണ്? ബ്രേക്കിംഗ് വർക്ക് ലോഡ്സ് ഡൗൺ ഇൻ ടു സ്മോളർ വർക്ക് ലോഡ്സ് ദാറ്റ് ക്യാൻ ബി റൺ അറ്റ് ദ സെയിം ടൈം. അപ്പോൾ എന്താണ്? ഇപ്പോൾ നിങ്ങൾ അസ്യൂം ചെയ്യുക ABC എന്ന് പറഞ്ഞ ഒരു ഹ്യൂജ് വർക്കാണ്. അപ്പോൾ അതിനെ നമ്മൾ 1 2 3 4 എന്ന രീതിയിൽ അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്ക് ആ 4 എണ്ണത്തെ വർക്ക് ലോഡ് കുറയ്ക്കുകയാണ്, ബ്രേക്കിംഗ് ഔട്ട് ചെയ്യുവാണ് അല്ലേ. നമ്മൾ അത്രയും വലിയ വർക്കിനെ നമ്മൾ ചെറിയ ചെറിയ പീസസ് ആക്കി. ദെൻ എന്താണ്? നമുക്കത് പാരലലി ഒരുമിച്ച് സെയിം ടൈമിൽ തന്നെ ഈ 4 എണ്ണത്തെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് വർക്ക് തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത് എന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ് സ്റ്റോറേജും പാരലൽ പ്രോസസ്സിങ്ങും യൂസ് ചെയ്തിട്ട് ബിഗ് ഡാറ്റേനെ ഹാൻഡിൽ ചെയ്യുന്നു, അനലിറ്റിക്സ് ജോബ്സിനെ ചെയ്യുന്നു, വർക്ക് ലോഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ ചെറിയ വർക്ക് ലോഡ്സ് ആക്കി മാറ്റുന്നു, റൺ അറ്റ് ദ സെയിം ടൈം. ഓക്കെ, സോ ഇതാണ് ഹൈ അവൈലബിലിറ്റി ഡിസ്ട്രിബ്യൂട്ടഡ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ഇനിഷ്യലി ദ പ്രൊജക്ട് ഹാഡ് 2 key elements. അപ്പോൾ ഇനീഷ്യലി ഏറ്റവും തുടക്കത്തിൽ ഏറ്റവും ബേസിക് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റിന് ഈ ഒരു ഹഡൂപ്പ് എന്ന് പറയുന്ന പ്രൊജക്റ്റിന് 2 മെയിൻ എലമെൻറ്റ്സ് ആണ് ഉള്ളത്. എന്തൊക്കെയാണ്? ഹഡൂപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം HDFSഉം അതുപോലെ തന്നെ മാപ്പ് റെഡ്യൂസും. HDFS എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റം ഫോർ സ്റ്റോറിംഗ് ഡാറ്റ അക്രോസ് മൾട്ടിപ്പിൾ നോട്ട്സ്. അപ്പോൾ എന്താ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ നോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടർ അല്ലെ ഒന്നിൽ കൂടുതൽ ഡിവൈസ്, മോസ്റ്റ്ലി കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ മൾട്ടിപ്പിൾ നോട്ട്സ് യൂസ് ചെയ്തിട്ട് ഡാറ്റയെ സ്റ്റോർ ചെയ്യുന്നു. ഇതിന് ഈ ഒരു നമുക്ക് HDFS അല്ലെങ്കിൽ ഹഡൂപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം എന്ന് പറയാൻ പറ്റും. ഇനി അടുത്തെന്താണ്? മാപ്പ് റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിംഗ് എഞ്ചിൻ ദാറ്റ് സ്പ്ലിറ്റ്സ് എ ലാർജ് ടാസ്ക് ഇൻ ടു സ്മോളർ വൺസ് ദാറ്റ് ക്യാൻ ബി റൺ ഇൻ പാരലൽ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് ആണ്. അതായത് ഒരു വലിയ ടാസ്കിനെ ചെറിയ ചെറിയ സംഭവങ്ങളാക്കി എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? പാരലലി റൺ ചെയ്യും. അപ്പോൾ അതാണ് മാപ്പ് റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ. ഇനി ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്ന നോട്ടിനകത്തില്ല, ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഈസിയാണ്. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള സംഭവമാണ്, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്താണ്? 4 modules comprise the primary Hadoop framework and work collectively to form the Hadoop ecosystem. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? ഇനിഷ്യലി പ്രോജക്റ്റിന് 2 key elements ആണുള്ളത്, ഹഡൂപ്പ് HDFSഉം മാപ്പ് റെഡ്യൂസും. പക്ഷേ ഈ പറയുന്ന 4 modules കംപ്രൈസ് ചെയ്തിട്ടാണ് പ്രൈമറി ഹഡൂപ്പ് ഫ്രെയിംവർക്ക് വരുന്നത്. ആൻഡ് ഇതെല്ലാം കൂടെ വർക്ക് കളക്റ്റീവ്ലി ടു ഫോം ഹഡൂപ്പ് എക്കോസിസ്റ്റം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൂടുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ 2 എണ്ണം പ്ലസ് 2 എണ്ണം കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഹഡൂപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം HDFS എന്ന് പറഞ്ഞ എന്താണ്? പ്രൈമറി കമ്പോണന്റ് ഓഫ് ഹഡൂപ്പ് എക്കോസിസ്റ്റം. ഹഡൂപ്പ് എക്കോസിസ്റ്റത്തിന്റെ പ്രൈമറി കമ്പോണന്റ് ആണ് HDFS. ഇതെന്താണ്? HDFS is a distributed file system in which individual Hadoop nodes operate on data that resides in their local storage. അപ്പോൾ അവിടെ ഈ ഒരു HDFSന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം ആണ് ഇൻ വിച്ച് ഇൻഡിവിജ്വൽ ആയിട്ട് ഹഡൂപ്പ് നോഡുകൾ കാണും. ഹഡൂപ്പ് നോഡുകൾ ഓപ്പറേറ്റ് ചെയ്യും ഓൺ ഡാറ്റ ദാറ്റ് റിസൈഡ് ഇൻ ദെയർ ലോക്കൽ സ്റ്റോറേജ്. അവരുടെ ലോക്കൽ സ്റ്റോറേജിൻ്റെ അകത്ത് റിസൈഡ് ചെയ്തേക്കുന്ന ഡാറ്റേനെ ഇൻഡിവിജ്വൽ ആയിട്ട് ആ ഹഡൂപ്പ് നോഡുകൾ ഓപ്പറേറ്റ് ചെയ്യും. സോ ദിസ് റിമൂവ് നെറ്റ്വർക്ക് ലാറ്റൻസി. അതുപോലെ തന്നെ എന്താണ്? പ്രൊവൈഡിങ് ഹൈ ത്രൂപുട്ട് ആക്സസ് ടു ആപ്ലിക്കേഷൻ ഡാറ്റ. ഇതെന്തുകൊണ്ട്? നെറ്റ്വർക്ക് ലാറ്റൻസി അവിടെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ലാഗ് ഒരു നമുക്ക് കുറയ്ക്കാൻ പറ്റും. പ്രൊവൈഡിങ് ഹൈ ത്രൂപുട്ട് ആക്സസ് ടു ആപ്ലിക്കേഷൻ ഡാറ്റ. അപ്പോൾ ആപ്ലിക്കേഷൻ ഡാറ്റയ്ക്ക് ഹൈ ത്രൂപുട്ട് കൊടുക്കാൻ പറ്റും. ദെൻ ഇൻ അഡീഷൻ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഡോണ്ട് നീഡ് ടു ഡിഫൈൻ സ്കീമാസ് അപ്പ് ഫ്രണ്ട്. അപ്പം ഞാൻ പറയാം, ഈ ഒരു സംഭവം നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഞാൻ കൊടുത്തേക്കുന്നതാണ്. നിങ്ങൾക്ക് ഓർത്തിരിക്കുന്ന പോയിന്റ്സ് മാത്രം എഴുതി കൊടുക്കുക. ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഒരു സിസ്റ്റമാണ് ഫോർ സ്റ്റോറിങ് അക്രോസ് മൾട്ടിപ്പിൾ പല നോഡുകൾ യൂസ് ചെയ്തിട്ട് ഡാറ്റയെ സ്റ്റോർ ചെയ്യുന്നു. ഈ ഒരു പോയിന്റ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി, അത് ഇനഫാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവത്തിൽ നിന്നും കൂടെ കുറച്ച് നോട്ട്സ് എഴുതി വെക്കാം. ഇനി അടുത്താണ് എന്താണ് യാൺ എന്ന് പറഞ്ഞാൽ? യെറ്റ് ആൻഡ് റിസോഴ്സ് നെഗോഷിയേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു റിസോഴ്സ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം ആണ്, റെസ്പോൺസീവ് ഫോർ മാനേജിങ് കമ്പ്യൂട്ടർ റിസോഴ്സസ് ഇൻ ക്ലസ്റ്റേഴ്സ്. അതായത് ഈ പറയുന്ന കമ്പ്യൂട്ടർ റിസോഴ്സ് ക്ലസ്റ്ററുകളായിട്ട് റിസോഴ്സുകളെ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി ആ ഒരു കാര്യം മാനേജ് ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം ആണ് യാൺ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് യൂസിങ് ദം ടു സ്കെഡ്യൂൾ യൂസേഴ്സ് ആപ്ലിക്കേഷൻ. യൂസറിന്റെ ആപ്ലിക്കേഷൻസിനെ എല്ലാം സ്കെഡ്യൂൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഇറ്റ് പെർഫോംസ് സ്കെഡ്യൂളിംഗ് ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ across the Hadoop system. Hadoop systemത്തിന് അത് സ്കെഡ്യൂളിങ്ങും അതുപോലെ റിസോഴ്സ് അലോക്കേഷനുമാണ് ഈ പറഞ്ഞ യാൺ ചെയ്യുന്ന പരിപാടി. ഓക്കെ, ഇനി എന്താണ് മാപ്പ് റെഡ്യൂസ്? ഈ റിസോഴ്സ് അലോക്കേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നമുക്കിപ്പോൾ ഒരു പ്രിന്റർ ഉണ്ടെങ്കിൽ പ്രിന്റർ ആക്സസ് ചെയ്യുന്ന പല ആൾക്കാരും കാണും. അപ്പോൾ ആ ഒരു പ്രിന്ററിനെ ആദ്യം ഒരാൾക്ക് കൊടുത്തു, അവരുടെ വർക്ക് കഴിഞ്ഞു, അടുത്ത ആൾക്ക് കൊടുത്തു, അവരുടെ വർക്ക്. അങ്ങനെ ആ ഒരു റിസോഴ്സിനെ പല ആൾക്കാർക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്ത് അവരുടെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക. ആ ഒരു സംഭവത്തിനാണ് റിസോഴ്സ് അലോക്കേഷൻ എന്ന്
പറയുന്നത്. ഇനി നമുക്ക് നോക്കാം മാപ്പ് റെഡ്യൂസ് എന്താ. മാപ്പ് റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോഗ്രാമിംഗ് മോഡൽ ഫോർ ലാർജ് സ്കെയിൽ ഡാറ്റ പ്രോസസ്സിംഗ്. ലാർജ് സ്കെയിൽ ഒരുപാട് വലിയൊരു ഡാറ്റ ഉള്ള അതിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി ഉള്ള ഒരു പ്രോഗ്രാമിംഗ് മോഡലാണ് മാപ്പ് റെഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു മാപ്പ് റെഡ്യൂസ് മോഡലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സബ്സെറ്റ്സ് ഓഫ് ലാർജ് ഡാറ്റ സെറ്റ്, ഒരു വലിയ ഡാറ്റ സെറ്റ് കാണും. ആ ഒരു ഡാറ്റ സെറ്റിനെ സബ്സെറ്റ്, അതായത് ആ ഒരു ഡാറ്റ സെറ്റിനെ ചെറിയ ചെറിയ സബ്സെറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഒരു വലിയ ഡാറ്റ സെറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ABCD എന്നാണെങ്കിൽ ABCD ആ ഒരു 4 സബ്സെറ്റുകളായിരിക്കും. ABCD എന്ന് പറഞ്ഞ ഒരു ഡാറ്റ സെറ്റ് ആണെങ്കിൽ വലിയ ഡാറ്റ സെറ്റ് ആണെങ്കിൽ ABCD അങ്ങനെ തന്നെ ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ അതൊരു സബ്സെറ്റ് ആയിരിക്കും അതിൻ്റെ എല്ലാം. ഓക്കെ, അങ്ങനെ ഡിവൈഡ് ചെയ്തെടുത്തിട്ട് അത് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നതെന്നുള്ള ഇൻസ്ട്രക്ഷൻസും കൂടെ പല നോഡുകളിലേക്ക് കൊടുക്കും. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞു, എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് നോക്കാം. ABCD എന്ന് പറയാണ്. അപ്പോൾ A എന്ന് പറയുന്ന ഒരു സബ്സെറ്റാണ്, B എന്ന് പറയുന്ന സബ്സെറ്റാണ്, C അടുത്ത സബ്സെറ്റ്, D അടുത്ത സബ്സെറ്റ്. അപ്പോൾ ABCD എന്ന് പറഞ്ഞാൽ ഒറ്റ സിംഗിൾ ഡാറ്റ സെറ്റാണ്. അതിനെ ഞാൻ 4 സബ്സെറ്റായിട്ട് മാറ്റി. എന്നിട്ട് എന്ത് ചെയ്യും, അത് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടെ, ആ ഒരു ഇൻസ്ട്രക്ഷൻസും കൂടെ ഞാൻ ABCD എന്ന് പറയുന്ന 4 കമ്പ്യൂട്ടറിലേക്ക് ഈ പറയുന്ന ഓരോ സബ്സെറ്റും അതിൻ്റെ പ്രോസസ്സിങ് ഇൻസ്ട്രക്ഷൻസും കൂടെ കൊടുക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുമ്പോൾ സംഭവിക്കും, ആ ഇൻഡിവിജ്വൽ അതിനെ നമ്മൾ ഓരോ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നോഡ് നമുക്ക് വിളിക്കാം. അപ്പോൾ ആ നോഡുകൾ എന്ത് ചെയ്യും, ഇൻഡിവിജ്വലായിട്ട് ഈ ഒരു വർക്കിനെ, ഈ ഒരു സബ്സെറ്റിനെ അതിൻ്റെ പ്രോസസ്സിങ് ഇൻസ്ട്രക്ഷൻസും എല്ലാം വെച്ചിട്ട് പാരലലായിട്ട് ഈ 4 പേരും നാല് കമ്പ്യൂട്ടറുകൾ, 4 നോഡുകൾ അതിൻ്റെ വർക്ക് 4ആയിട്ട് ചെയ്യും. പാരലായിട്ട് സെയിം ടൈമിൽ ചെയ്യും. അപ്പോൾ എന്നിട്ട് അതിൻ്റെ വർക്കെല്ലാം തീർന്നു കഴിയുമ്പോൾ നമ്മൾ ഈ പറയുന്ന സബ്സെറ്റുകളിലെ എല്ലാ ഡാറ്റ പ്രോസസ്സ് ചെയ്തെല്ലാം കൂടെ ഒരുമിച്ച് കമ്പൈൻ ചെയ്തെടുക്കും. ഓക്കെ, ആഫ്റ്റർ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സബ്സെറ്റുകളിൽ നിന്ന് കമ്പൈൻ ചെയ്ത് ഒരു സ്മോളർ ആൻഡ് മോർ മാനേജബിൾ ഡാറ്റ സെറ്റ്, ചെറിയ ഒരു കൂടുതൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റ സെറ്റായിട്ട് അതിനെ മാറ്റുകയാണ്. ഓക്കെ, ഇതാണ് മാപ്പ് റെഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇങ്ങനെയാണ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റനെ ഇവർ പ്രോസസ്സ് ചെയ്യുന്നത്. ഇനി ഹഡൂപ്പ് കോമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് പോയിന്റ് ആണ്. ഹഡൂപ്പ് കോമൺ ഇൻക്ലൂഡ്സ് ദ ലൈബ്രറീസ് ആൻഡ് യൂട്ടിലിറ്റീസ് യൂസ്ഡ് ആൻഡ് ഷെയർഡ് ബൈ അതർ ഹഡൂപ്പ് മൊഡ്യൂൾസ്. അപ്പോൾ ഹഡൂപ്പ് കോമൺ എന്ന് പറഞ്ഞാൽ ഹഡൂപ്പ് കോമൺ ലൈബ്രറീസും അതുപോലെ തന്നെ യൂട്ടിലിറ്റീസ് യൂസ്ഡ് ആൻഡ് ഷെയർഡ് ബൈ അതർ ഹഡൂപ്പ് മൊഡ്യൂൾസ്. ഹഡൂപ്പ് മൊഡ്യൂൾസ് ഷെയർ ചെയ്യുന്ന യൂട്ടിലിറ്റീസിനെ ലൈബ്രറീസിനെ നമുക്ക് ഹഡൂപ്പ് കോമൺ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 4 മൊഡ്യൂൾസ് ആണ് മെയിനായിട്ട് ഹഡൂപ്പ് ഫ്രെയിംവർക്കിൻ്റെ അകത്ത് വരുന്നത്. ഏതൊക്കെയാണ്? ഹഡൂപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം, പിന്നെന്താണ് യെറ്റ് അനദർ റിസോഴ്സ് നെഗോഷിയേറ്റർ YARN, അതുപോലെ തന്നെ എന്താണ് മാപ്പ് റെഡ്യൂസ്, ഹഡൂപ്പ് കോമൺ. ഇനി നമുക്ക് അതിൻ്റെ ഡയഗ്രാം നോക്കാം. ഡിസ്ട്രിബ്യൂട്ടഡ് ഹഡൂപ്പ് ക്ലസ്റ്ററിൻ്റെ ഒരു ഡയഗ്രാം നിങ്ങൾ കണ്ടോ? അവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്വിച്ച് ഉണ്ടാവും അല്ലേ, ഒരു മെയിൻ ആയിട്ടൊരു സ്വിച്ച് ഉണ്ടാവും. ആ സ്വിച്ച് ആയിരിക്കും ഈ പറയുന്ന ഡാറ്റകളെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുന്നത് ഒരു സ്വിച്ചിലേക്കായിരിക്കും. ഇനി എന്താണ്, ഒരു പല റാക്ക് 1, റാക്ക് 2, റാക്ക് 3 എക്സെട്രാ റാക്ക്, എത്ര റാക്ക് വേണമെങ്കിലും നമുക്ക് അവിടെ കൊടുക്കാം. ഡാറ്റയുടെ സ്റ്റോറേജ് പോലെ എത്ര ഡാറ്റയുടെ എമൗണ്ട് വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി ഈ റാക്കിൽ എന്തൊക്കെയുണ്ട്? സ്വിച്ച് ഉണ്ട്, അത് റാക്ക് സ്വിച്ച് ഉണ്ട്, അതായത് അതിൻ്റെ നെയിം വരുന്നത്. പിന്നെ നെയിം നോഡ് ഉണ്ട്, പിന്നെന്താണ് ഒരു ഡാറ്റ നോട്ട്സും ഉണ്ട്. നെയിം നോട്ട്സും ഡാറ്റ, അപ്പോൾ ഓരോ റാക്കിലും നെയിം നോഡും ഉണ്ട്, ഡാറ്റ നോഡും ഉണ്ട്. ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ഡയഗ്രാം മസ്റ്റായിട്ട് നിങ്ങൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ അകത്ത് കൊടുത്തിരിക്കണം. ഹഡൂപ്പ് ഹാസ് എ സ്കെയിൽ ഔട്ട് ഹഡൂപ്പിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് സ്കെയിൽ ഔട്ട് ആർക്കിടെക്ചറാണ്. ലോക്കൽ പ്രോസസ്സിങ്ങും മെമ്മറിയും സ്റ്റോറേജും ഒക്കെ യൂസ് ചെയ്തിട്ട് എന്താണ് ടു ഡിസ്ട്രിബ്യൂട്ട് ടാസ്കുകളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ആൻഡ് പ്രൊവൈഡ് എ സ്കെയിലബിൾ സ്റ്റോറേജ് സിസ്റ്റം ഫോർ ഡാറ്റ. അതാണ് സ്കെയിലബിൾ സ്റ്റോറേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അതായത് നമുക്ക് എത്ര വേണമെങ്കിലും ഡാറ്റ ഇനി എത്ര വരുന്ന അതിനനുസരിച്ച് നമ്മൾ ആ ഒരു സ്റ്റോറേജ് സിസ്റ്റം വലുതാക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ പറയും ഹാർഡ് ഡിസ്ക് അല്ലെ പെൻഡ്രൈവ്, ഇത്രയും ഡാറ്റ സ്റ്റോറേജ് അതിനുള്ളൂ, അത് കഴിഞ്ഞാൽ ആ സംഭവം തീർന്നു. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര ഡാറ്റ വരുന്നു അതിനനുസരിച്ച് നമ്മുടെ സ്റ്റോറേജ് സിസ്റ്റം വലുതായിക്കൊണ്ടിരിക്കും. അതിനാണ് സ്കെയിലബിൾ സ്റ്റോറേജ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഹഡൂപ്പിൻ്റെ ഒരു സ്കെയിൽ ഔട്ട് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഫോർ HDFS the capability is handled by scaling by specialized nodes in the cluster including നെയിം നോട്ട്സ് ആൻഡ് ഡാറ്റ നോട്ട്സ്. ഇപ്പോൾ HDFSൻ്റെ കാര്യത്തിൽ ക്യാപ്പബിലിറ്റി ഈസ് ഹാൻഡിൽഡ് ബൈ സ്പെഷ്യലൈസ്ഡ് നോട്ട്സ് ആയിരിക്കും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഇൻ ദ ക്ലസ്റ്റർ ഇൻക്ലൂഡിങ് നെയിം നോട്ട്സ് ആൻഡ് ഡാറ്റ നോട്ട്സ്. നെയിം നോട്ട്സ് ഡാറ്റ നോട്ട്സ് എന്താണെന്ന് പറഞ്ഞുതരാം. എന്താണ് നെയിം നോട്ട്സ് നോക്കാം. നെയിം നോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇസ് എ മാസ്റ്റർ നോഡ് ഇൻ ദ ഹഡൂപ്പ് HDFS. ഹഡൂപ്പ് HDFSൻ്റെ അകത്തെ ഒരു മാസ്റ്റർ നോഡിനെ നമുക്ക് നെയിം നോഡ് എന്ന് പറയാൻ പറ്റും. നെയിം നോഡ് മാനേജസ് ഫയൽ സിസ്റ്റം നെയിം സ്പേസ് ഒക്കെ മാനേജ് ചെയ്യുന്ന ആളാണ് നെയിം നോഡ് എന്ന് പറഞ്ഞാൽ. സ്റ്റോർ ഫയൽ സിസ്റ്റം മെറ്റാ ഡാറ്റ ഇൻ ദ മെമ്മറി ഫോർ ഫാസ്റ്റ് റിട്രീവലിന് വേണ്ടി. ഇതെല്ലാം ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസുകളാണ്, നിങ്ങൾക്ക് പഠിച്ചിരിക്കാൻ പറ്റുന്നുള്ളൂ. ഫയൽ സിസ്റ്റത്തിൻ്റെ മെറ്റാ ഡാറ്റനെ സ്റ്റോർ ചെയ്യുന്നു ഇൻ ദ മെമ്മറി ഫോർ എന്താണ് ഫാസ്റ്റ് റിട്രീവൽ. ഹെൻസ് ഇറ്റ് ഷുഡ് ബി കോൺഫിഗേർഡ് ഓൺ
ഹൈ എൻഡ് മെഷീൻസ്. അതുകൊണ്ട് തന്നെ ഇത് കോൺഫിഗർ ചെയ്യുന്നത് ഹൈ എൻഡ് മെഷീൻസിൻ്റെ അകത്തായിരിക്കും. ദേ കോൺട്രിബ്യൂട്ട് വേർ ദ ഡാറ്റ ഇസ് സ്റ്റോർഡ്, ദേ കോർഡിനേറ്റ് വേർ ദ ഡാറ്റ ഇസ് സ്റ്റോർഡ് ആൻഡ് മെയിൻറ്റെയിൻ എ മാപ്പ് ഓഫ് വേർ ഈച്ച് ബ്ലോക്ക് ഓഫ് ഡാറ്റ ഇസ് സ്റ്റോർഡ് ആൻഡ് വേർ ഇറ്റ് ഇസ് റിപ്ലിക്കേറ്റഡ്. അപ്പോൾ ഇതെന്താണ്, ദേ കോർഡിനേറ്റ് എവിടെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്തേക്കുന്നത് ആൻഡ് ഒരു മാപ്പ് മെയിൻറ്റെയിൻ ചെയ്യും ഓഫ് വെയർ ഈച്ച് ബ്ലോക്ക് ഓഫ് ഡാറ്റ ഇസ് സ്റ്റോർഡ്. ഓരോ ബ്ലോക്ക് ഡാറ്റ എവിടേക്കാണ് സ്റ്റോർ ചെയ്തേക്കുന്നത് അതിൻ്റെ ഒരു മാപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. ആൻഡ് വേർ ഇറ്റ് ഇസ് റിപ്ലിക്കേറ്റ്, എവിടേക്കാണ് ഡാറ്റ റിപ്ലിക്കേറ്റ് ആവുന്നത്, എവിടേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്, അതിൻ്റെ ഒരു മാപ്പ് അത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും. ഇനി ദ നെയിം നോഡ് ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ഇൻസ്ട്രക്ടിങ് ദ ഡാറ്റ നോഡ് വേർ റിപ്ലിക്കേഷൻ ഷുഡ് ഒക്കർ. അതുപോലെ തന്നെ നെയിം നോഡാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് എന്തിനാണ്, ഫോർ ഇൻസ്ട്രക്ടിങ് ഡാറ്റ നോഡ്, ഡാറ്റ നോഡിനെ ഇൻസ്ട്രക്ട് ചെയ്യുന്നു. വേർ റിപ്ലിക്കേഷൻ ഷുഡ് ഒക്കർ, എവിടെയാണ് റിപ്ലിക്കേഷൻ ഉണ്ടാകുക എന്നുള്ള കാര്യം ഇൻസ്ട്രക്ട് ചെയ്യുന്നതും ആരാണ്, നെയിം നോഡാണ്. നെക്സ്റ്റ് ഡാറ്റ നോഡ്. ഡാറ്റ നോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദീസ് ആർ സെർവേഴ്സ്. ഇതൊരു സെർവർ ആണ് വേർ ഡാറ്റ ഇസ് സ്റ്റോർഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ നെയിം നോഡ്. നെയിം നോഡിൻ്റെ ഡയറക്ഷനിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന സെർവേഴ്സിനെ നമുക്ക് ഡാറ്റ നോഡ്സ് എന്ന് പറയാൻ പറ്റും. വൺസ് ഡാറ്റ ഇസ് റിട്ടേൺ ടു വൺ ഓഫ് ദ ഡാറ്റ നോഡ് സെലക്ട് 2 or more അഡീഷണൽ നോഡ്സ് ടു എൻഷുർ ഡാറ്റ റിഡൻഡൻസി അക്രോസ് ദ ക്ലസ്റ്റർ. ഇനി ഈ വൺസ് ഈ ഡാറ്റ നമ്മൾ ഡാറ്റ നോഡിൽ എന്താണ് റിട്ടേൺ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഡാറ്റ നോഡ് സെലക്ട്സ് 2 or more അഡീഷണൽ നോഡ്സ്. അപ്പോൾ ഡാറ്റ നോഡ് രണ്ടിലെ കൂടുതൽ നോഡുകളെ, അഡീഷണൽ നോഡുകളെ സെലക്ട് ചെയ്ത് വെക്കും. എന്തിനാണ്, ടു എൻഷുർ ഡാറ്റ റിഡൻഡൻസി അക്രോസ് ദ ക്ലസ്റ്റർ. ഡാറ്റ റിഡൻഡൻസി എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഡാറ്റ നോഡ് സ്റ്റോർ ദ ആക്ച്വൽ ബിസിനസ് ഡാറ്റ. അപ്പം ആക്ച്വൽ ബിസിനസ് ഡാറ്റനെ സ്റ്റോർ ചെയ്യുന്ന ആളാണ് ആര്, ഡാറ്റ നോഡ്. ഇറ്റ് സ്റ്റോർസ് എ ബ്ലോക്സ് ഓഫ് ഫയൽ. നമ്മുടെ ഏറ്റവും ഫയൽസും ബ്ലോക്സ് ഓഫ് ഫയൽസിനൊക്കെ സ്റ്റോർ ചെയ്യുന്ന ആളാണ് ഡാറ്റ നോഡ്. പെർഫോംസ് ബ്ലോക്ക് ക്രിയേഷൻ, ഡിലീഷൻ, റിപ്ലിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ഇൻസ്ട്രക്ഷൻ ഫ്രം നെയിം നോഡ്. അപ്പം നെയിം നോഡാണ് ഇതുപോലെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ബ്ലോക്ക് ക്രിയേഷൻ, ഡിലീഷൻ, റിപ്ലിക്കേഷൻ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ പറയുന്ന ആര് ചെയ്യുന്നു, ഡാറ്റ നോഡ് ചെയ്യുന്നു. ഡാറ്റ നോഡ് ഇസ് റെസ്പോൺസിബിൾ ഫോർ സെർവിങ് ക്ലയൻറ്റ് റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻസ്. ഡാറ്റ നോഡാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് എന്തിനാണ്, ഫോർ സെർവിങ് ക്ലയൻറ്റ് റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻസ്. ഇനി ഇതിൻ്റെ ഒരു ഡയഗ്രമാണ് കാണിച്ചേക്കുന്നത്. ഫിഗർ ഷോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെയിം നോഡ് ആൻഡ് ഡാറ്റ നോഡ്. ഡാറ്റ നോഡും നെയിം നോഡും തമ്മിലുള്ള റിലേഷനാണ് കാണിക്കുന്നത്. ഹൗ ഡാറ്റ ബ്ലോക്സ് ആർ ഡിസ്ട്രിബ്യൂട്ട് അക്രോസ് ദ ക്ലസ്റ്റർ. ക്ലസ്റ്ററിൽ എങ്ങനെയാണ് ഡാറ്റ ബ്ലോക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് എന്നൊരു ഡയഗ്രമാണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, അവിടെ എന്താണ്, ഒരു HDFS ക്ലയൻറ്റ് ഉണ്ട്, 1 2 3 എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ അത് റൈറ്റ് ചെയ്തു. നെയിം നോഡ് അവിടെ നെയിം സ്പേസും ബ്ലോക്ക് മാനേജ്മെൻറ്റ് കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റാക്ക് 1, റാക്ക് 2, റാക്ക് 3 എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അവിടെ ഡാറ്റ നോഡുകളും ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഈ ഒരു ഡയഗ്രാം നിങ്ങൾ മെമ്മറൈസ് ചെയ്ത് വെക്കുക. അതവിടെ നമ്മുടെ എക്സാമിന് നിങ്ങളുടെ പേപ്പറിൽ ഇത് കാണണം. ഓക്കെ, സോ ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് തോന്നുന്നു വീഡിയോ ഒത്തിരി ലെങ്തി ആയിട്ടുണ്ട്. പക്ഷേ ഹഡൂപ്പിനെ കുറിച്ച് ഇനിയും പറയാനുണ്ട്. ഇത്രയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ നമുക്ക് കുറച്ചെങ്കിലും ആ പേപ്പറിൽ എഴുതാൻ പറ്റും. നിങ്ങൾ ഒരു ഫുൾ പേജ് 1-2 പേജ് അത്രയും നിങ്ങൾക്ക് ഹഡൂപ്പിനെ കുറിച്ച് എഴുതാൻ പറ്റും, പ്ലസ് 2 ഡയഗ്രാംസും. ഓക്കെ, ഇനി ഹഡൂപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കേണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഹഡൂപ്പ് എക്കോസിസ്റ്റം അതിൻ്റെ കുറച്ച് ടൈപ്പ് ഓഫ് അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഹഡൂപ്പ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. ഞാൻ പറയുന്ന പോയിന്റ്സ് എല്ലാം മനസ്സിലാക്കി മാക്സിമം ഇത്രയും പോരാ, ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, കാര്യങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ എഴുതാൻ പറ്റും. ആദ്യം തന്നെ എഴുതി വരിക. അതുപോലെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, പെൻസിൽ വെച്ചിട്ട് നിങ്ങൾ പേന വെച്ച് ചുമ്മാ വരച്ചു പോലെ ഒരു പെൻസിൽ വെച്ചിട്ടോ ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും, ഏറ്റവും ഷുവർ ആയിട്ടുള്ള പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ മാക്സിമം പോയിന്റ്സ് എഴുതുക, മാക്സിമം കണ്ടന്റ് കൊടുക്കുക. ഇതൊക്കെയാണ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഡയഗ്രാം നീറ്റായിട്ട്, എനിക്കറിയാം സമയം കിട്ടത്തില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, IOT പോലെ സബ്ജക്റ്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും സമയം കിട്ടില്ല, അത്രയും എഴുതാനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം സ്പീഡിൽ എഴുതണം. പ്ലസ് ഡയഗ്രാംസ് ഒരു പേജിന് ഹാഫ് ഒക്കെ എടുത്ത് നിങ്ങൾ ഡയഗ്രാംസ് തന്നെ വരച്ചോണം. കുറേ ബ്ലോക്സും കാര്യങ്ങളും ഒക്കെ ആയിരിക്കുമല്ലോ, അതെല്ലാം നിങ്ങൾ വൃത്തിയായിട്ട് വരച്ചു കൊടുക്കുക. ഓക്കെ, സോ ഇതൊക്കെയാണ് എൻ്റെ എക്സാം ടിപ്സ്. അപ്പോൾ എന്തായാലും ഞാൻ മാക്സിമം ഇനി അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ ഇടാം. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.